ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയും നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രോൺസ് സ്റ്റിക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടൈഗർ പ്രോൺസ് ആണ്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രോൺസ് ആണിത്. അപ്പോൾ ആദ്യം നമുക്ക് അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോൺസ് ക്ലീൻ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ പുറം ഭാഗത്തുള്ള വെയിന് റിമൂവ് ചെയ്യണം. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവും, അപ്പോൾ ശ്രദ്ധിക്കുക, അതെന്തായാലും റിമൂവ് ചെയ്യണം. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ചെറിയുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി ഫ്ലേക്സ്, കോൺഫ്ലോർ, ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പും. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മസാലയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ചേർക്കാനായിട്ട് ചെറിയുള്ളി നന്നായിട്ട് ചതച്ചെടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ച ഉള്ളി മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും നാരങ്ങാനീരും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ്റെ മുകളിൽ ഈ മസാല തേച്ച് കൊടുക്കാം. ഞാൻ 5 ചെമ്മീനാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിനായിട്ട് ഓരോ സ്റ്റിക്ക് എടുത്തിട്ട് ചെമ്മീൻ്റെ തലഭാഗത്ത് കൂടെ വേണം ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ആദ്യത്തെ തന്നെ ഇടലിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ പുറത്തേക്ക് എടുത്തിട്ട് ഒന്നും കൂടെ മെല്ലെ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ പൊട്ടി പോവാതെ വേണം ചെയ്യാനായിട്ട്, മെല്ലെ ഇട്ടാൽ മതി. ഇനി നമുക്കൊരു 30 മിനിറ്റ്സ് ചെമ്മീനൊന്ന് മാറ്റി വെക്കാം, മസാലയൊക്കെ നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ എടുക്കാം.
എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഓരോ പ്രോൺസും നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് കുക്കായി കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ മീഡിയം ഹീറ്റിലാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പ്രോൺസ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് സ്റ്റിക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങാനീരും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ കഴിക്കുന്ന പ്രോൺസിനെയും കാട്ടി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.